നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കോൺഗ്രസ് നേതാക്കളായ കെ.സി. വേണുഗോപാലിനും കൊടിക്കുന്നിൽ സുരേഷിനുമെതിരെ നിരവധി ആരോപണങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. സോളാർ പരാതിക്കാരി കെ.സി. വേണുഗോപാലിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത്. കൊടിക്കുന്നിൽ സുരേഷും ആരോപണങ്ങളിൽ നിന്ന് വ്യത്യസ്തനല്ല. ജാതിയുടെ കാര്യത്തിലടക്കം കൊടിക്കുന്നിൽ സുരേഷുമായി ബന്ധപ്പെട്ട പല ആരോപണങ്ങളും പല കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന ആരോപണങ്ങൾ വളരെ ഗുരുതരമാണ്. ഹരിയാനയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാനാർത്ഥിയോട് 7 കോടി രൂപ വീതം ആവശ്യപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. അതുമായി ബന്ധപ്പെട്ട വാട്സപ്പ് ചാറ്റുകൾ അടക്കം ഹരിയാന പോലീസ് ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നു, ഹരിയാന പോലീസിന് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പണം വാങ്ങി പല സീറ്റുകളും വിൽക്കാൻ ശ്രമിച്ചതിനാണ് കോൺഗ്രസ് നേതാക്കളായ കെ.സി. വേണുഗോപാലിനും കൊടിക്കുന്നിൽ സുരേഷിനുമെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഹരിയാന പോലീസ് ആണ് കേസെടുത്തത്. സ്ഥാനാർത്ഥി ടിക്കറ്റിന് പണം ആവശ്യപ്പെട്ടതായി ഹരിയാനയിലെ മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുടെ ഭർത്താവ് ഗൗരവ് കുമാർ തന്നെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഹരിയാനയിലെ കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട മഹിളാ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളാണ്. അവരുടെ ഭർത്താവാണ് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. ഗൗരവ് കുമാറിന്റെ ഭാര്യ സുശീല ദേവിയെ ബാവൽ മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കണമെങ്കിൽ കെ.സി. വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും ഒക്കെ ആവശ്യപ്പെട്ടത് 7 കോടി രൂപയാണ്. ഇവർ ഇരുവരും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വേണ്ടിയാണ് പണം ആവശ്യപ്പെട്ടത് എന്നൊക്കെയാണ് പറയുന്നത്. ഇവർ ഗൗരവ് കുമാർ എന്ന് പറയുന്ന ഈ മഹിളാ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയുടെ ഭർത്താവുമായി നടത്തിയ വാട്സപ്പ് ചാറ്റുകളും തെളിവുകളായി ഇയാൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്, പോലീസിലും നൽകിയിട്ടുണ്ട്. ഇത്രയും തുക ഇവർ തങ്ങളിൽ നിന്നും വാങ്ങിയെന്നും എന്നാൽ സീറ്റ് നൽകിയില്ലെന്നും ഗൗരവ് കുമാർ ചൂണ്ടിക്കാട്ടുന്നു. കെ.സി. വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, സഡാഫ് ഖാൻ എന്നിവർ ചേർന്നാണ് ഇത് നടത്തിയിട്ടുള്ളത്. ഇവർ മാത്രമേ സീറ്റ് നൽകാമെന്നും പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ പണം വാങ്ങിയവർ ഇപ്പോൾ കുറെ പേർ കൂടിയുണ്ട്, പലരോടും പണം വാങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ കാര്യത്തിൽ രാഹുൽ ഗാന്ധിയെ തുറന്ന് വെല്ലുവിളിക്കുന്നു എന്നാണ് ഈ പറയപ്പെടുന്ന മഹിളാ കോൺഗ്രസിന്റെ നേതാവിന്റെ ഭർത്താവ് പറയുന്നത്. അതായത് സ്വന്തം വീട്ടിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നതിലേക്ക് തങ്ങൾ കണ്ണാടി തിരിച്ചു പിടിക്കും എന്നാണ് കരുതുന്നത് എന്നാണ് ഇപ്പോൾ ഈ മഹിളാ കോൺഗ്രസിന്റെ ഭർത്താവ് പറയുന്നത്. അയാളുടെ വാർത്താ സമ്മേളനത്തിലെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ഗൗരവ് കുമാർ ആണ്, അയാളും കോൺഗ്രസ് നേതാവ് തന്നെയാണ്. അയാളാണ് ഈ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പ്രിയങ്കയുടെ PA ആയ സഡഫ് ഖാനും ഈ ആരോപണത്തിൽ പങ്കാളിയാണ്. ഗൗരവ് കുമാർ തന്നെയാണ് കെ.സി. വേണുഗോപാലിനും കൊടിക്കുന്നിൽ സുരേഷിനുമെതിരെ ഹരിയാന പോലീസിലും പരാതി നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കുന്ന വിവാദം തന്നെയാണ് വരുന്നത്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രവർത്തികൾ ചെയ്യാത്തവരാരുമില്ല എന്ന് നമുക്കറിയാം. ഈ പണം യഥാർത്ഥത്തിൽ കെ.സി. വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും പ്രിയങ്ക ഗാന്ധിയുടെ PAയും ഒക്കെ ചേർന്ന് ആർക്കാണ് കൈമാറിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പണം വാങ്ങിയത് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും കെ.സി. വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും ഒക്കെ ആരോപണം നിലനിൽക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഗൗരവമാകുന്നു. ഹരിയാന പോലീസ് ഉടൻ തന്നെ ഇരുവരെയും തേടി കേരളത്തിലേക്ക് എത്തും എന്നാണ് സൂചനകൾ.